കെ-സ്മാർട്ട് വഴി ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച പിറവം നഗരസഭ മാതൃകാപരമായ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് 2025-26 ബഡ്ജറ്റ് നഗരസഭ വൈസ് ചെയർമാൻ കെ.പി. സലീം അവതരിപ്പിച്ചു. പിറവം നഗരസഭ കെ-സ്മാർട്ട് വഴി 2025-26 ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ഹാൾ, മഹാത്മാ അയ്യങ്കാളി ഗ്രൗണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാഭ്യാസ ധനസഹായം, താലോലം, കുരുന്നുകൾക്കൊരു കൂടാരം, അർബൻ റോഡ്, ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ, പിറവം ഓർഗാനിക് ഫെർട്ടിലൈസർ, ഹൈടെക് ടോയ്ലറ്റ് ബ്ലോക്ക്, എന്റെ പിറവം ശുചിത്വ പിറവം, മധുരം മാതൃത്വം 2.0 അടക്കമുള്ള മാതൃകാപരമായ പദ്ധതികൾക്ക് മുൻഗണന നൽകി 39.73 കോടി രൂപയുടെ ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ കെ.പി. സലീം അവതരിപ്പിച്ചു. രണ്ടാമത് വീണ്ടും രൂപീകരിച്ച നഗരസഭയ്ക്ക് 9 വയസ്സ് മാത്രമാണ് പ്രായം. ഒരു നാടിന്റെ വികസന സാക്ഷാത്കാരം യാഥാർത്ഥ്യമാക്കുന്നതിൽ 9 വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയ കാലദൈർഘ്യമാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ വരുമാനത്തിന്റെ കുറവുണ്ടായിട്ട് തനത് വരുമാനത്തിൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന അപൂർവം നഗരസഭകളിൽ ഒന്ന് പിറവമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു നഗരസഭയിൽ തനത് വരുമാനത്തിൽ നിന്നും ദൈനംദിന ചിലവുകൾ മാറ്റിവെച്ചാൽ പദ്ധതി നിർവഹണത്തിൽ കാര്യമായ സംഭാവനകൾ തനത് വരുമാനത്തിൽ നിന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. പദ്ധതി വിഹിതമായി സർക്കാരിൽ നിന്ന് കിട്ടുന്നതും കേന്ദ്ര ആവിഷ്കൃതവുമായി ബന്ധപ്പെട്ട സഹായ പദ്ധതികളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഭാവനാപൂർണമായിട്ടുള്ള ഈ നാടിന്റെ, ഈ നഗരത്തിന്റെ വികസനത്തിന് ഞങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷയായിരുന്നു. 25-26 വർഷത്തെ വാർഷിക ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബഡ്ജറ്റും നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളിവിടെ ഈ ബഡ്ജറ്റിനെ വരവേൽക്കുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. ആരോഗ്യ മേഖലയെ നോക്കുകയാണെങ്കിൽ നമ്മുടെ താലൂക്ക് ആശുപത്രി ഒരു സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന രീതിയിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളോടുകൂടി, ഭൗതിക സാഹചര്യങ്ങളോടുകൂടി 2 അർബൻ വെൽനസ് സെന്ററുകളടക്കം നമ്മുടെ കോട്ടപ്പുറത്തും കക്കാടുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രി നിരവധി വികസന പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഹോമിയോ, ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആളുകളെ എല്ലാ രീതിയിലും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമുണ്ട് നമ്മുടെ നഗരസഭയ്ക്ക്. നെൽകൃഷിയുടെ ചിലവിന്റെ 50% സബ്സിഡിയായി നൽകൽ, തരിശ് നെൽകൃഷി വികസനം, കേരകൃഷി വികസനം, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിലൂടെയുള്ള ജീവനോപാധികളുടെ വിതരണം തുടങ്ങിയ പദ്ധതികൾക്കായി ആകെ 33.10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പിറവം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ഹാളിന് 15 ലക്ഷം, ജനറൽ ഓപ്പറേഷൻ തിയേറ്ററിന് 10 ലക്ഷം, ആയുർവേദ ആശുപത്രിയിൽ പ്രസവാനന്തര ശുശ്രൂഷ മധുരം മാതൃത്വത്തിന് 12 ലക്ഷം, ഡയാലിസിസ് സെന്ററിന് 13 ലക്ഷം, ശുചിത്വ പിറവത്തിന് 1.59 കോടി, വിവിധ സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികൾക്കായി 25 ലക്ഷം, കുടിവെള്ള പദ്ധതിക്കായി 9.20 കോടി, നഗരസഭ ഓഡിറ്റോറിയത്തിന് 10 ലക്ഷം, റോഡുകൾക്ക് 40 ലക്ഷം തുടങ്ങി വിവിധ പദ്ധതികൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പൗലോസ്, ബിമൽ ചന്ദ്രൻ, ജിൽസ് പെരിയപ്പുറം, ഷൈനി ഏലിയാസ്, വത്സല വർഗീസ്, കൗൺസിലർമാരായ തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, ബാബു പാറയിൽ, ജിൻസി രാജു, അന്നമ്മ ഡോമി, ഡോക്ടർ അജേഷ് മനോഹർ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചകൾക്കും മറുപടികൾക്കും ശേഷം കൗൺസിൽ ഐക്യകണ്ഠേന ബജറ്റ് പാസാക്കി. ന്യൂസ് ബ്യൂറോ, പിറവം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.